ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ട് തന്നെയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിക്കാം, വൈകുന്നേരത്തെ സ്നാക്കായും കഴിക്കാൻ പറ്റിയ അടിപൊളി കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായി പെർഫെക്റ്റായി കലത്തപ്പം കിട്ടുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഇന്ന് ഞാൻ പച്ചരി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. പച്ചരി അരച്ചിട്ടാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കുക്കറിലാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയാലോ, അധികം ലാഗടിപ്പിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടത്. അത് നല്ല രീതിക്ക് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ സമയം അത് ഞാൻ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് അത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തോടെ ഇട്ട് കൊടുത്താൽ നമ്മൾ വേറെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റായി കറക്റ്റായി കിട്ടുകയില്ല. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായി കിട്ടുകയില്ല. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജീരകമാണ്, ചെറിയ ജീരകമാണ്. അപ്പോൾ ഞാൻ 3/4 ടീസ്പൂണാണ് ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഏലക്കയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞായത് കൊണ്ട് 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലേവർ വേണം അത്ര ഇട്ട് കൊടുക്കുക, അതിന് വലിയ കണക്കൊന്നുമില്ല. പിന്നെ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഗ്ലാസ്സിൽ തന്നെ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഫസ്റ്റ് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. വീണ്ടും ഒന്ന് അരിഞ്ഞ് കിട്ടിയതിന് ശേഷം വീണ്ടും 1 ഗ്ലാസ് അരച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് ഒരു ഐറ്റം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം, എനിക്ക് പെട്ടെന്ന് ആണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അരക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് തന്നെ ഒഴിച്ച് കൊടുക്കാത്തത് എന്തെന്ന് വെച്ചാൽ ഈ മിക്സി പഴയതായതുകൊണ്ട് അരിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നിങ്ങളുടെ മിക്സിയിൽ അങ്ങനെ അരിയുന്നൊന്നും പ്രശ്നമില്ലെങ്കിൽ ഒന്നിച്ച് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മറന്നു പോയെന്ന് പറഞ്ഞില്ല ഒരു സാധനം ഇട്ട് കൊടുക്കാനായിട്ട്. ആ സാധനം ഇട്ട് കൊടുക്കാനായിട്ട് മിക്സി ഒന്ന് ഞാൻ അരച്ച് 3/4% അരിഞ്ഞിട്ടാകുമ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അതിന് ഇട്ട് കൊടുക്കാൻ പോകുന്നുള്ളത് ചോറാണ് എനിക്ക് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂണ് ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നല്ല വെള്ള ചോറാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 3 ടേബിൾ സ്പൂണെങ്കിലും ചോറ് ഇട്ട് കൊടുക്കണം. ഇത് നല്ല ചോന്നരി മട്ട അരി ആയതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂണ് ചോറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂണ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ നല്ല രീതിക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായി കലത്തപ്പം കിട്ടുള്ളൂ. അങ്ങനെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്ര ലൂസ് വേണം കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആയാൽ മാത്രമാണ് കലത്തപ്പം നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കരയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ 2.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെറിയ മധുരത്തോടെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാൻ ചെറിയൊരു മധുരത്തോടു കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2.5 കുഞ്ഞച്ചി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര മീൻസ് വെല്ലമാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്താൽ പോരാ, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെയായിട്ടുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോവല്ലേ. അങ്ങനെ ഇത് മെൽറ്റായി വരട്ടെ. നേരത്തെ അരച്ച് വെച്ച മാവിലോട്ട് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബേക്കിംഗ്
സോഡ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായി വരണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ തന്നെ ഇട്ട് കൊടുക്കണം, അപ്പകാരം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബേക്കിംഗ് സോഡ അപ്പകാരം ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഞാൻ 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് കട്ടയില്ലാത്ത രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉരുക്കാനായിട്ട് മെൽട്ടാവാനായിട്ട് വെച്ച ശർക്കരയും കൂടി ഇതാ ഇവിടെ നല്ല രീതിക്ക് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ആ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ആ ചൂടോടെ തന്നെ നമുക്ക് ആ മാവിലോട്ട് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ആ ശർക്കര പാനീയത്തിൻ്റെ ചൂട് കൊണ്ട് മാവ് വെന്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു വിസ്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ വെന്ത് പോവും, അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അതാ മാവ് അവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഒരു കുക്കർ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതുണ്ടാക്കുമ്പോൾ അലുമിനിയം കുക്കർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റീൽ കുക്കർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയൊക്കെ കരിഞ്ഞു പോകും, ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അലുമിനിയത്തിൻ്റെ കുക്കറാണ്. അപ്പോൾ എല്ലാവരും അലുമിനിയത്തിൻ്റെ കുക്കർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു കപ്പോളം അളവിലിതാ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എത്ര ഇടുന്നോ അതിനനുസരിച്ചായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ തേങ്ങാക്കൊത്ത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് വശവും നല്ല രീതിക്ക് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും കൂടി വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. അങ്ങനെ തേങ്ങാ കൊത്തിട്ടത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് വശവും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ പരിമാവുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് എണ്ണയിലോട്ട് ഇട്ടെടുക്കാൻ പോകുന്നുള്ളത് സവാളയാണ്. അപ്പോൾ സവാള ചെറുതായിട്ട് നേരെ കനത്തിൽ അരിഞ്ഞതാണ്. അങ്ങനെ ഇതിൽ നിന്ന് എല്ലാ തേങ്ങാ കൊത്തും ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തേങ്ങാ കൊത്തും മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ സവാള അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് അതും നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം സവാളയൊക്കെ ഒന്ന് വന്നെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതുവരെ എൻ്റെ വീഡിയോവും ആഡ്സും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും 1000 നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സവാളയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സവാള ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്തിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം നല്ല പോലെ കൂട്ടി വെച്ചതാ നേരത്തെ ഉണ്ടാക്കി വെച്ചതായ മാവില്ലേ, ആ മാവ് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ കുക്കറിലോട്ട് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കുന്നുണ്ട്. മീഡിയത്തിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കുക്കർ സ്റ്റീലിൻ്റെതാണ് എടുത്തെങ്കിൽ ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ആ സമയത്ത് വേറൊരു പഴയ പാത്രം ഉണ്ടെങ്കിൽ അത് ചൂടാക്കി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ ഒട്ടും തന്നെ അടുക്കി പിടിക്കില്ല. അങ്ങനെ മാവൊക്കെ ഫുള്ളായി ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ചതായ തേങ്ങാക്കൊത്തും വറുത്തെടുത്ത സവാളയൊക്കെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വിസിലില്ലാണ്ട് മൂടി ഒന്ന് വെച്ച് കൊടുത്ത് ആ മൂടിൻ്റെ വിസിൽ വരുന്ന ഭാഗത്ത് നിന്ന് ആവി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേവിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ആവി വന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. അതിൻ്റെ ചൂടോടെ തന്നെ അതിന് വെന്ത് വന്നോളും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് 10 മിനിറ്റ് സമയമാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആവി വരും. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിലൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10-12 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആവി വരുന്നത് കാണാം. ആ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇപ്പം എൻ്റെ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കറിൻ്റെ വിസിലിടുന്ന ഭാഗത്ത് നിന്ന് ആവി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നറിയില്ല. ഞാനിതാ ഒരു സ്പൂണ് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുമിളകളായിട്ട് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ കുക്കറിൻ്റെ മൂടി തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവി വരുന്നുണ്ട് കാണാൻ പറ്റുന്ന
തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയാൽ മതി. എന്നാൽ ഇത് കറക്റ്റായി പെർഫെക്റ്റായി വെന്ത് വരത്തുള്ളൂ. കുക്കറിൻ്റെ ചൂടും ആ കുക്കറിൻ്റെ ഉള്ളിൽ ആവിയൊക്കെ കൊണ്ട് വെന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ആ ചൂടിൽ തന്നെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. അത്യാവശ്യം എൻ്റെ നല്ല രീതിക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. കുക്കറിൻ്റെ മൂട് നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നോക്കിയതാ ഇളകുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കലത്തപ്പം ഇവിടെ പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ആരും ചൂടോടെ തന്നെ തുറന്ന് നോക്കണ്ട, എന്നാൽ പെർഫെക്റ്റായി വരില്ല. അപ്പോൾ ഞാൻ എന്താ കുക്കറിന് അടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുക്കറിൽ എവിടെയും പറ്റിയിട്ടൊന്നും പിടിച്ചിട്ടില്ല, ഒട്ടിയിട്ടൊന്നും പിടിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഇതാ അടിവശവും മുകൾ വശവും നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, വളരെ പെർഫെക്റ്റാണ്. പിന്നെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ പാത്രം കാലിയാകുന്ന ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരുടെ ഇഷ്ടമായ കലത്തപ്പം കൂടിയാണ്. എത്ര തന്നെ തിന്നാലും വരാത്തൊരു ഐറ്റമാണ്. അങ്ങനെ അതാ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ആരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അപ്പകാരം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പകാരം നല്ലോണം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പൗഡർ ഇട്ട് കൊടുത്തതുകൊണ്ട് അത്ര പെർഫെക്റ്റായിട്ട് ആരൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ തന്നെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ കൂട്ടുകാരെ. ഇതുപോലുള്ള നല്ല നല്ല ഐറ്റംസും റെസിപ്പീസും ടിപ്സുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ് ബായ്.